എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ സ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് രാത്രി കാലവും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, നമ്മൾ കണ്ടെത്തിയ ഈ യേശുവിനെ മറ്റുള്ളവരും കണ്ടെത്തുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കാലം നമുക്ക് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതിനൊന്നും ഒരു യോഗ്യതയുമുള്ളവരല്ലായിരുന്നു. ഹല്ലേലൂയ. ഇരുട്ടിന്റെ മേഖലയിലും അന്ധകാരത്തിന്റെ അടിത്തട്ടുകളിലും കടന്ന നമ്മെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഈ വലിയ ഭാഗ്യം നമ്മളിലേക്ക് കൈമാറി, ഈ പ്രത്യാശ നമ്മളിൽ കൈമാറി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ ശുശ്രൂഷകരാണ്. ഇവിടെ ഹല്ലേലൂയ. വലിപ്പമോ ചെറുപ്പമോ ഇവിടെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ വ്യത്യാസവുമില്ല. നമ്മളെല്ലാവരും കർത്താവിന്റെ ശുശ്രൂഷകരാണ്. ഓരോരുത്തരെയും ഓരോന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് രാത്രികാലം ഇതിനകത്തലങ്ങളിൽ അധ്യക്ഷനായിട്ടൊന്നും ആരുമില്ല. ഇതിനകത്തലങ്ങളിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത് കർത്താവാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആ അധ്യക്ഷന്റെ മുൻപിൽ നമ്മളൊക്കെ ഹല്ലേലൂയ ആരാധകരായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ അധ്യക്ഷനെ നമ്മൾ ഹല്ലേലൂയ പ്രസാദിപ്പിക്കുവാൻ, ഹല്ലേലൂയ അവനെ ഉയർത്തുവാനാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്തലങ്ങളിൽ ഈ ഐക്യമായുള്ള പ്രാർത്ഥനയിൽ ഇവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഹല്ലേലൂയ. കുഞ്ഞുകുട്ടിയാവാലവൃദ്ധം ജനവും ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ ആരാധിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ ഓരോരോ കൃപാവരങ്ങളെ നമ്മളിൽ കർത്താവ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് രാത്രികാലം? ഹല്ലേലൂയ. ഈ 2025 നമുക്ക് ബലത്തോടെ, ആരോഗ്യത്തോടെ, അസ്വസ്ഥതകളൊന്നുമില്ലാതെ ഹല്ലേലൂയ. കഴിഞ്ഞ 2025 2024 ഹല്ലേലൂയ പ്രിൻസിമോൻ പനിയാൽ ഭാരപ്പെട്ടു. കർത്താവ് ഇന്ന് രാത്രി കാലം കടന്നു വരുവാൻ കർത്താവ് കൊടുത്ത ബലത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായ ഒരു ബലം, പൂർണ്ണമായ ഒരു ശക്തി കർത്താവ് കൊടുക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഈ 2025 ഹല്ലേലൂയ ഈ ദേശത്തിലെ പ്രാർത്ഥനയിൽ ഈശ്വരത്തിൽ നിന്ന് കടന്നു വന്ന ടൈറ്റസ് ഭാഷ ഓർത്ത് ഞാൻ ഹല്ലേലൂയ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി തന്നെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും ഹൃദയത്തിനകത്തലങ്ങളിൽ താല്പര്യം കിട്ടത്തില്ല. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് ഹല്ലേലൂയ ചിലർക്ക് മാത്രമേ, നിയോഗമുള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ദേശങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അന്ന് അകത്തളങ്ങളിൽ കൃപയുള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ, നിയോഗമുള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് രാത്രികാലം ഇതിനകത്തളങ്ങളിൽ അങ്ങനെ ഇതിനകത്തളങ്ങളിൽ ആയിരിക്കുന്നവർക്കൊക്കെ കർത്താവ് അങ്ങനെ നിയോഗം കൊടുത്തിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അടുത്ത 2025 തുടർമാനമായി നമ്മളിവിടെ നടത്തുന്ന മീറ്റിംഗിൽ ഇനി അനേകരെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പ്രവർത്തനം മൂലം അനേകര് വിടുവിക്കപ്പെട്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടന്നു വരേണ്ടതിന് നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം അതെ ഹല്ലേലൂയ നമ്മുടെ മധ്യേ ഹല്ലേലൂയ നമ്മുടെ ഈ ദേശവാസിയും ഹല്ലേലൂയ നമ്മുടെ എപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ദൈവദാസൻ സുരേന്ദ്രൻ ഭാഷ നമ്മുടെ മധ്യയിലുണ്ട്. പ്രിയ ദൈവദാസൻ ഈ 2025 പ്രാരംഭമായിരിക്കുന്ന ഈ ചൊവ്വാഴ്ചയുടെ മീറ്റിംഗിൽ, ദേശത്തിന് വേണ്ടിയുള്ള മീറ്റിംഗിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഈ ദേശത്ത് നിന്നുള്ള ദൈവദാസൻ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ദേശത്താണ് ഒന്നാമത് സാക്ഷിയായി നിൽക്കേണ്ടത്. നമ്മുടെ ദേശത്താണ് നമ്മൾ തലയുയർത്തി നിൽക്കേണ്ടത്. ഇന്ന് രാത്രികാലം നമ്മുടെ ദേശത്തോട് ഹല്ലേലൂയ ഈ ചുറ്റുവട്ടത്തോട് ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വിളമ്പുവാൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവരെ ഹല്ലേലൂയ തുടർന്ന് കാണിപ്പാൻ, ദൈവചിത നടത്തിയ വിധങ്ങളെയൊക്കെ തുടർന്ന് കാണിപ്പാൻ സ്വർഗ്ഗത്തിൽ ദൈവം
ഇന്ന് രാത്രിക്കാലം തന്നെ ബലപ്പെടുത്തേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ളതായിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി തന്നെ ഞാൻ മുൻപോട്ട് സ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ തട്ടി എല്ലാവരും ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഇങ്ങനെ ഒരു ഐക്യ കൂട്ടായ്മയിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചു കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്തോത്രത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ ദേവദാസന്മാരും ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരും പ്രത്യേക ABT ഇവിടെ ക്രമീകരിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നതായ പ്രിയപ്പെട്ട ജോസഫുകൾ, എൻ്റെ കുടുംബം, പിന്നെ പിതാക്കന്മാർ, സഹോദര സഹോദരന്മാരെ, കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളായി എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ തിരുവചനം സംസാരിക്കാനുള്ള താല്പര്യമല്ല ഇവിടെ കടന്നു വന്നെങ്കിലും അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ രസത്തിൻ്റെ പ്രത്യേകതയിലൂടെ ഇന്ന് രാത്രി അല്പസമയം തിരുവചനം പ്രഘോഷിക്കണമെന്ന് പറഞ്ഞു അനുസരിച്ചാണ് ഞാനിവിടെ ദൈവസേവനത്തിൽ നിൽക്കുന്നത്. നാം എല്ലാവരും ഈ മീറ്റിംഗ് ക്രമീകരിച്ചത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. അല്ലെങ്കിൽ സ്വന്തം അല്ലെങ്കിൽ ഞാനിവിടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കപ്പെടുകയും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആയിരിക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ എൻ്റെ ദേശത്ത് അനേക പ്രിയപ്പെട്ടവരുടെ സ്വപ്രായക്കാര്, പ്രായം കൂടിയവരും കുറഞ്ഞവരൊക്കെ അനേകരെ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുണ്ട്, അറിയുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേശത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു ക്രിയ ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് ഞാൻ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഞാൻ കർത്താവിന് വേലയിലായതിനു ശേഷം തന്നെയും ദേശത്തിന് വേണ്ടിയാണ് ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. സോദോമിനെ നശിപ്പിക്കുവാനായി യഹോവയായ ദൈവം തന്നെ ന്യായവിധിയോട് അയക്കുവാനായി താനിടുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ അബ്രഹാമിന്റെ ദൂതന്മാര് വന്ന് സോദോമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു പറയുന്ന ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അബ്രഹാം സോദോമിന് വേണ്ടി, തന്റെ സഹോദരന് വേണ്ടി, സഹോദരന്റെ വിടുതലിന് വേണ്ടി അബ്രഹാം ആത്മാർത്ഥമായ ദൈവത്തോട് ഈട് നിൽക്കുവാൻ ഇടയായ ചരിത്രം നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ നന്മയ്ക്കല്ല, അബ്രഹാമിന്റെ നന്മയ്ക്കല്ല, തന്റെ സഹോദരന്റെ വിടുതലിന് വേണ്ടി, തന്റെ സഹോദരന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അബ്രഹാം ദൈവത്തിന്റെ ദൂതന്മാരെ സൽക്കരിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ കാരണം അതാണ്. നാം രക്ഷിക്കപ്പെട്ട് ദൈവഭക്തത്തിൽ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നാം ദേശത്തിന്റെ കാവൽക്കാരാണ്. ഈ പ്രദേശത്തിന്റെ കാവൽക്കാരാണ് നമ്മൾ. ഈ ദേശത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ, ആ ദേശത്തെ കുറിച്ച് വ്യക്തികളുടെ ജീവിതങ്ങളെ കുറിച്ച് ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്വത്രം അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മുടെ ദേശത്തിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്വത്രം. നാം ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് രോഗിയായി വളരെ ക്ഷീണിതനായി കിടക്കുമ്പോൾ തന്നെ തന്റെ സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഇയ്യോബ് പ്രാർത്ഥിക്കുന്നത്. സഹോദരന്മാരുടെ വിടുതലിന് വേണ്ടി, സഹോദരന്മാരുടെ ആശ്വാസത്തിന് വേണ്ടിയും അവരുടേതായിരിക്കുന്ന സമാധാനത്തിന് വേണ്ടി ഇയ്യോബ് രോഗമുണ്ടെങ്കിൽ ശക്തമായി ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നതാണ്. ക്രൈസ്തവ സ്തോത്രം. അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ച തിരുവചനം അതാണ്. ഇയ്യോബിനെ പോലെ പ്രാർത്ഥനാ വീരനായി, ശീലമുള്ളവരായി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ സഹോദരന്മാർ വിടുവിക്കപ്പെടുവാൻ ഇടയായി തീരും. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ സോദോമിനെ സോദോമിൽ നിന്ന് ലോകത്തിനെ വിടുവിച്ചതുപോലെ അനേകരെ വിടുവിക്കുവാൻ ഇടയായി തീരും. അനേകർ വിടുവിക്കപ്പെടാത്തതിന്റെ കാരണം എന്റെ ഇവിടെ ജീവിതത്തിന്റെ ക്രോശമാണെന്ന് രാത്രിക്കാലം ഞാൻ സമ്മതിക്കുകയാണ്. രാത്രിക്കാലം വളരെ ശക്തിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കൂടെ ആയിരിക്കണം. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ
നശനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് ബേത്ലഹേമിൽ വെളിമ്പറമ്പിൽ ആളുകളെ പേടിച്ചുകൊണ്ടിരുന്ന വിദ്വാൻമാർ ഇടയന്മാർ അവർ ശിശുവിനെ കാണുവാനായി യെരൂശലേമിലേക്ക് കടന്നു വരികയും ബേത്ലഹേമിൽ കടന്നു വന്ന് അവർ ശിശുവിനെ കണ്ട് ശിശുവിനോട് ചില സമ്മാനങ്ങളൊക്കെ അവര് കാഴ്ചവെച്ചതിന് ശേഷമായി അവര് ശിശുവിനെ വണങ്ങി അവര് മടങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ അല്ലപ്പാട് അവർക്ക് ഉണ്ടായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വേറെ വഴിയായി സ്വന്തം ദേശത്തേക്ക് പോകണമെന്നാണ്. നാം എല്ലാവരും 2024 അവസാനം നമ്മളെ ക്രിസ്തുമൊക്കെ ആഘോഷിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ദൈവത്തിന്റെ ജനം ആട്ടിടയന്മാര് യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് മടങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് അവർക്ക് ഉണ്ടാകുന്നത്, നിങ്ങൾ വേറെ വഴിയായി മടങ്ങി പോകരുത്, വന്ന വഴിയായി മടങ്ങി പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, യേശുവിനെ കണ്ടുമുട്ടിയതായിരിക്കുന്ന നീ പോകേണ്ടുന്ന വഴി ദൈവത്തിന്റെ വഴിയാണ്. ദൈവം പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നിന്റെ സ്വന്തം ദേശത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനാധികാരിയുമായി നമ്മൾ സംസാരിക്കുകയാണ്. സ്തോത്രം. യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ വേറെ വഴിയായി പോകണം. അടുക്കിലേക്ക് പോകുവാനുള്ളതല്ല, ഈ ലോക ശക്തികളുടെ മുന്നിലേക്ക് പോകുവാനുള്ളതല്ല, ഈ ലോകമായിരിക്കുന്ന ആഡംബരത്തിലൂടെ പോകുവാനുള്ളതല്ല, ഈ ലോകത്തിലേതായിരിക്കുന്ന ഒരു ചിന്താഗതി നമുക്ക് പാടില്ല. വെള്ളത്തിൽ കുമിള പോലെ ചില കാര്യങ്ങൾ നമ്മെ തേടി വരുമ്പോൾ യേശുവിന്റെ മാർഗത്തിൽ ചാരി എന്റെ വഴി ഇതല്ല, എന്റെ വഴി യേശുവിന്റെ വഴിയാണ്. യേശുവിന്റെ പാതകളെ പിൻപറ്റിക്കൊണ്ട് അവനെ അനുഗമിച്ചുകൊണ്ട് എനിക്ക് സ്വന്തം ദേശമുണ്ട്, എനിക്ക് സ്വന്തം ഭവനം ഒരുക്കുന്നുണ്ട്, അവിടേക്ക് പോകുവാൻ ഇന്ന് രാത്രി വഴി മാറണം. ഹല്ലേലൂയ. നിന്റെ വഴി മാറണമെന്ന് രാത്രി കലയാത്മ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വഴി മാറണം, മടങ്ങി പോകരുത്, പിന്മാറി പോകരുത്. ഞാൻ പോകേണ്ടുന്ന വഴിയിലൂടെ ദൈവത്തിന്റെ ആലോചന പ്രകാരം പോകുന്നതിൽ നമ്മുടെ നിത്യഭവനത്തിൽ ചെന്ന് ചേരുവാൻ ഇടയായി തീരും. നമ്മുടെ നിത്യഭവനത്തിൽ നമുക്ക് ചെന്നെത്തുവാൻ നമുക്ക് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് രാത്രി ഞാൻ പറയട്ടെ, 2025 നമ്മൾ ശ്രേഷ്ഠിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ കടന്നുവരുന്നുണ്ട്, കിടക്കുകയാണ്. വർഷങ്ങൾ കഴിയും തോറും തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകരെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ കാലം ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കഴിയുന്തോറും അരിമനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. വലിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവന്റെ ഭവനത്തിലേക്ക് ചേർക്കപ്പെടുവാൻ സമയമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വന്തം ദേശത്തേക്ക് പോകുവാൻ നമ്മൾ ഏത് വഴി തെരഞ്ഞെടുക്കുന്നു എന്ന് രാത്രി കാലം നമ്മൾ ചിന്തിക്കാനായിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കുവശങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. പോരായ്മകളെ കണ്ടെടുത്ത് നമ്മളെ ഓർത്ത് മനസ്സ് ബുദ്ധി രൂപാന്തരപ്പെട്ട് മാനസാന്തരാവസ്ഥയിലേക്ക് മടങ്ങി വരേണ്ട ചിന്താപരിസരമാണ്. ഇന്ന് രാത്രി ഞാൻ മുഖമനെ തിരുവചനം വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം സ്തോത്രം 9-ാം അധ്യായത്തിന്റെ സ്തോത്രം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ മൂന്നും കൂടി ഉണ്ടാകട്ടെ. ഞങ്ങൾ മൂന്ന് കുടിലുണ്ടാകട്ടെ എന്ന് ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ചരിത്രഭാഗം നമുക്കറിയുന്ന ചരിത്രഭാഗമാണ്. സ്തോത്രം. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥനാ സന്ദർഭമാണ്. സ്തോത്രം. തന്റെ ശിഷ്യന്മാരിൽ കർത്താവ് സ്തോത്രം പകൽ മുഴുവനും തന്റെ ശിഷ്യന്മാരുമായി തന്റെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ ശേഷമായി സന്ധ്യയായപ്പോൾ അവൻ ശിഷ്യന്മാരിലെ പ്രധാനികളായിരിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അവൻ ഉയർന്ന ഒരു പർവ്വതത്തിലേക്ക് കടന്നുപോയി. സ്തോത്രം. പർവ്വതത്തിൽ കടന്നു എന്ന് രാത്രിയിൽ അവൻ മുട്ടുമടക്കി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമാണ്. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കണ്ണു നോക്കുന്ന സമയത്ത് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ സ്തോത്രം 3 പേർ നിൽക്കുന്നതായിട്ടാണ്
ആലേ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം. ആലേ അവരെ പറയുന്ന യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരൻ വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംസാരിച്ചു. ഏലിയാവും മോശയും ഹല്ലേലൂയ ദൈവത്തോട് സംഭാഷിക്കുന്നതായി ശിഷ്യന്മാർ കാണുക കണ്ട സാക്ഷ്യമാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം പറയുന്ന യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു എന്നാണ്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പകരം മുഴുവനും ശിഷ്യന്മാരുമായി സംഭാഷിച്ച് ഹല്ലേലൂയ അവൻ പലയിടങ്ങളിൽ തന്റെ പരസ്യശുശ്രൂഷയൊക്കെ ചെയ്ത ശേഷമായി വൈകിയ വേളയിൽ അവൻ ഉയർന്ന സ്ഥലത്ത് കടന്നു ചെന്ന് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവൻ ഇരിക്കുമ്പോൾ അവൻ പിതാവായ ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ മഹാ തേജസ് ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ മേൽ തിളങ്ങുവാനിടയായി നമുക്ക് കാണുവാൻ കഴിയുന്ന സ്തോത്രം. അവൻ നോക്കുമ്പോൾ അവന്റെ വസ്ത്രം ഹല്ലേലൂയ സ്തോത്രം ഭൂമിയിൽ ഒരു അലക്കുകാരൻ പോലും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത രീതിയിൽ വളരെ ശോഭയുള്ളതായി തീർന്നു, വളരെ വെള്ളയുള്ളതായി തീർന്നു, അത് പ്രകാശമുള്ളതായി തീരുവാനിടയായി സ്തോത്രം. വെളിപ്പെടുത്തി പഠിക്കുമ്പോൾ സ്തോത്രം തന്റെ ഭക്തന്മാരുടെ വെള്ള വസ്ത്രം എന്ന് പറയുന്ന ഒരു നീതി പ്രവർത്തികളാണ്. 2025 സ്തോത്രം ഭൂമിയിൽ അലക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാ പ്രാപിച്ച് ആത്മാശക്തിയോടെ ദൈവ തേജസ്സോടെ ഭൂമിയിൽ ആരും അലക്കുവാൻ കഴിയാത്ത രീതിയിൽ വെള്ള വസ്ത്രധാരിയായി സ്തോത്രം നീതി പ്രവർത്തിയുള്ള വസ്ത്രങ്ങളെ ധരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അവകാശമായി തീരുവാൻ പ്രവർത്തിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. സ്തോത്രം. ശിഷ്യന്മാരും അവന്റെ തേജസ് കണ്ടിട്ട് അവര് വല്ലാതെ സ്തോത്രം അവര് ഭയവശരായി തീർന്നുകൊണ്ട് അവർ യേശുവിനോട് ചോദിക്കുകയാണ്, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന യേശുവിനെ വിട്ട് പോകുവാൻ അവർക്ക് താല്പര്യമില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്, നമുക്ക് ഇവിടെ പുല്ലുണ്ടാക്കണം, ഇവിടെ ആരാധിക്കണം, ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ആ ദൈവത്തിന്റെ തേജസ് കണ്ടു എന്ന് അവർ പറയുവാനിടയായി. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വലിയ തേജസ് നമ്മുടെ മേൽ കടന്നു വരുവാനിടയായി തീരാണ് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. യേശു ക്രിസ്തു മിന്നുന്ന പ്രകാശത്തിൽ അവൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടിയാണ്, ജനത്തിനു വേണ്ടിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഓരോ ദിവസവും പിതാവിനോട് ജനത്തെ കുറിച്ച് ജനത്തിന്റെ ആവശ്യങ്ങൾക്കായി അവൻ മുട്ടുമടക്കി എല്ലാവരും ഉറങ്ങുമ്പോഴും സന്ധ്യയാകുമ്പോഴും എല്ലാവരും അവരുടെ കുടിലുകളിൽ അണയുമ്പോഴും അവൻ നമുക്ക് വേണ്ടി ഉറങ്ങാത്തവനായി വൈകാത്തവനായി കണ്ണിന്റെ ഇമ പോലും വെട്ടാത്തവനായി നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മറ്റുമാതം ചെയ്യുന്ന ഒരു യേശു നമുക്കുണ്ട്. ഹല്ലേലൂയ. ഒരു യേശു നമുക്കുണ്ട്. ഇന്ന് രാത്രി യോഹന്നാനും പത്രോസും യാക്കോബും യേശുവിന്റെ തേജസ് കണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ കാണുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറങ്ങി മയങ്ങി ഇരിക്കുകയല്ല, നിന്റെ ഹൃദയ കണ്ണിന് രാത്രി കാലം തുറക്കുമാറാകട്ടെ. യേശുവിനെ കാണുവാൻ അവിടെ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ അയക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ വലിയ അഭിഷേകം പ്രാപിച്ചെടുക്കുവാൻ നമുക്കിടയായി തീരുന്ന സ്തോത്രം. ഹല്ലേലൂയ. രാത്രി വെളിപ്പാട് പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ ആരാധന കൊണ്ടുവന്നിരുന്ന ഒരു സഹോദരൻ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ സ്ഥിതിയായി വരുന്നില്ല. ഹല്ലേലൂയ. അദ്ദേഹം നീർന്ന ഹൃദയത്തോടെ വെറുതെ കണ്ണുകളോടെ കടുതീരോടെ അദ്ദേഹം നിലവിളിക്കുന്നതായിട്ട് ദൈവം ഒരു ദർശനം തന്നെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. ആ സഹോദരൻ ആരാണെന്ന് ഹല്ലേലൂയ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഹല്ലേലൂയ. അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറയാം. ഹല്ലേലൂയ. വെളിപ്പാട് കാണിക്കുകയാണ്. താൻ വളരെ ദുഃഖിതനായി ഹല്ലേലൂയ സ്തോത്രം കടലിൽ പോലെ ഒരു കഴുത കരയുന്നതുപോലെ താൻ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദേശത്തിന് ഓർത്ത് തന്റെ വിടുതലിന് വേണ്ടി എല്ലാവരും പ്രത്യേക പ്രാർത്ഥന രാത്രികാലം പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 3 ശിഷ്യന്മാരും യേശുവിന് വേണ്ടി കൂടാരം പണിയുവാൻ ഒരുങ്ങി. ഹല്ലേലൂയ രാത്രി. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദൈവത്തിന് ഏതുപരമായിരിക്കുന്ന കൂടാരം പണിയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതായിരിക്കും നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ജീവിക്കുന്നത് നമുക്കത് പ്രയോജനമായി തീരണം. ദൈവത്തിന് പ്രയോജനമായി തീരണം. നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ തേജസ് ശിഷ്യന്മാരെ
അവരെ പ്രകാശം ഉള്ളവരായി പ്രകാശമുള്ളവരായി കണ്ടതുപോലെ ആളുകളെ പ്രിയമുള്ളവരെ നമ്മൾ ഇരുട്ടിൽ വസിക്കുന്നവരല്ല, ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ വസിക്കുന്നവരാണ്. അവൻ പറഞ്ഞ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ വെളിച്ചമുള്ളവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആഗ്രഹം ശിഷ്യന്മാർ നേടിയെടുക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്ന് രാത്രി പ്രിയമുള്ളവരുടെ സ്തോത്രം. ആർക്കും വെളുപ്പിക്കൽ, ആർക്കും സ്തോത്രം. വസ്ത്രം ഭൂമിയിൽ അലക്കുവാൻ കഴിയാത്ത തേജസ്സേറിയ ഒരു വസ്ത്രം ക്രിസ്തുവിന് പിതാവായ ദൈവം നൽകുന്ന കാണുവാൻ കഴിയുകയാണ്. മോശയോട് സംസാരിക്കുകയാണ്. ശിഷ്യന്മാർക്ക് വളരെ ഉറപ്പായി നാമെല്ലാവരും പലപ്പോഴും പല പ്രശ്നങ്ങളുടെ മുൻപിലും യേശുക്രിസ്തുവിനെ കണ്ടവരാണ്, രുചിച്ചറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറി പോകാൻ സാധിക്കാതെ ദൈവത്തിന് വേണ്ടി നമ്മൾ നമുക്ക് വസിക്കുവാൻ, ദൈവത്തിലൂടെ വസിക്കുവാൻ കൂടാരം പണിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മളെ പുതുക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. വർഷങ്ങൾ കഴിയുന്തോറും ജീവിതത്തിൽ കണികനെ പോലെ പുതുക്കം പ്രാപിച്ച് ജന്മനാഥന വരവിൽ ഒരുമിച്ച് മേഘാശങ്ങൾ ഇരിക്കപ്പെടുവാൻ പ്രത്യാശ ദൈവസന്നിധി കടന്നു വന്നിരുന്ന് ആരാഴ്ച പോയാൽ പോരാ. നമ്മൾ വെളിച്ചം കാണണം, ദൈവത്തിന്റെ തേജസ് കാണണം, ദൈവത്തിന്റെ പ്രവൃത്തി കാണണം. ദൈവങ്ങളുടെ മധ്യത്തുണ്ട്. സ്തോത്രം. നമ്മെ സൗഖ്യമാക്കുന്നവനാണ്, നമ്മെ വിടുവിക്കുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനാണ്, നിരൂപണങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. അവന് നാമത്തിൽ കൂടെ ഇരിക്കുന്നത് കൊണ്ട് അവന് അരുളിച്ചതുവനായ കർത്താവ് ഇന്ന് രാത്രിയുടെ മധ്യത്തുണ്ട്. അവനിലേക്ക് നോക്കുമെങ്കിൽ നിങ്ങൾക്ക് പ്രകാശമുള്ളവളായി, സമാധാനമുള്ളവളായി, പ്രത്യാശയുള്ളവളായി രാത്രിക്കാലം മടങ്ങി പോകുവാൻ നമുക്കിടയായി തീരുന്ന സ്തോത്രം. യേശുവിനെ കണ്ടവരായ നമ്മൾ വന്ന വഴിയിലേക്ക് മടങ്ങി പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പുതിയ വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. അവർ ശിശുവിനെ കണ്ടുപോകണമെങ്കിൽ നമസ്കരിച്ചു അവർ മടങ്ങി പോകുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വന്ന വഴിയെ പോകരുത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് വിഷയം വന്നിരുന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും മടങ്ങി പോകുന്ന പ്രശ്നമേ ഇല്ല. സ്തോത്രം. മടങ്ങി പോകുന്ന പ്രശ്നമേ ഇല്ല. മുന്നോട്ട് തന്നെ മുന്നോട്ട് ഓടുകയാണ്. ഓടണം. സകല പ്രതികൂലങ്ങളെയും അവൻ ധർമ്മം ചെയ്യുവാൻ ശക്തനാണ്. അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ എന്റെ ജീവന്റെ ബലമാണ്. പേടിക്കുന്ന ദാവീദ് പറയുന്നത് പോലെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓട്ടം സ്ഥിരതയോട് മുന്നോട്ട് ഓടിക്കൊള്ളേണം. മടങ്ങി പോകരുത്, തിരിഞ്ഞു പോകരുത്. സ്തോത്രം. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നമ്മെ വഴിയിൽ വിട്ടേച്ച് പോവുകയില്ല. സ്തോത്രം. അവൻ നമ്മെ സഹായിക്കുന്നവനാണ്, അവൻ നമ്മെ ബലപ്പെടുത്തുന്നവനാണ്, അവൻ നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കണ്ടവരെ കാണുവാൻ ഇടയായി തീരുന്നതിലൂടെ സ്തോത്രം. നമുക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസം ഉറപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ശിഷ്യന്മാർ നോക്കുമ്പോൾ കർത്താവ് തേജോവനായി മാറുവാനിടയായി. ആ തേജോവനായ കർത്താവ് അവൻ ശിഷ്യന്മാർ പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥലത്ത് വരികയില്ല. പരിശുദ്ധനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നാണ്. അവൻ പോയതുപോലെ മടങ്ങി വരുന്നവനാണ്. അവൻ തേജസ്സോടെ മടങ്ങി വരുന്നവനാണ്. ആക്ഷേപം കേട്ട് പോയവനാണ്. അവൻ ആക്ഷേപം കേട്ട് കടന്നുപോയി. അവൻ മുറിവേറ്റവനായി കടന്നുപോയി. പരിഹാസവനായി കടന്നുപോയി. അവൻ ചാട്ടവാറിന്റെ അടിയേറ്റവനായി കടന്നുപോയി. എന്നാൽ അവൻ തേജോവനായി അവൻ വരുവാൻ സമയമേറ്റവും ആസന്നമായിരിക്കുകയാണ്. അതിനുതായിരിക്കുന്നല്ല സ്തോത്രം കാര്യങ്ങളും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇനി പുതിയൊരു വൈറസ് വരാൻ പോവുകയാണ്. പുതിയൊരു രോഗം, ചൈനയിൽ നിന്ന് പുതിയൊരു വൈറസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് പിടിക്കപ്പെടുന്നതാണ്. സ്തോത്രം. പെട്ടെന്ന്
മരിക്കുവാൻ സാധ്യതയുള്ള ഒരു വൈറസ് വീണ്ടും വരികയാണ്. ഇനിയും നമ്മൾ ചില വാക്സിനൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആരും കേട്ടിട്ടില്ലാത്ത, ആരും അറിഞ്ഞിട്ടില്ലാത്ത പുതിയ പുതിയ വൈറസുകൾ, പുതിയ പുതിയ രോഗങ്ങൾ, പുതിയ പുതിയ പീഡകൾ, പുതിയ പുതിയ പ്രശ്നങ്ങൾ, പുതിയ പുതിയ സംഭവ വികാസങ്ങൾ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവേറ്റം അടുത്തു പോയി. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റവും അടുത്തുകൊള്ളണം, അവന്റെ മാറിലേക്ക് ചാരിക്കൊള്ളണം. മടങ്ങി പോകരുത്, പഴയ വഴിയിലേക്ക് പോകരുത്, പഴയ ജീവിതത്തിലേക്ക് പോകരുത്, പഴയ സംസാരത്തിലേക്ക് പോകരുത്, പഴയ ജീവിതത്തിലേക്ക് പോകരുത്, പഴയ നിരൂപണത്തിലേക്ക് പോകരുത്, പഴയ പ്രവർത്തനത്തിലേക്ക് പോകരുത്. മാറ്റം ഭവിക്കേണ്ടത് ആവശ്യമാണ്, നിരൂപണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. സമയമായി വഴി മാറിക്കണം. ഇതിന്റെ പഴയ വഴിയല്ല, പുതിയ വഴി തിരഞ്ഞെടുക്കാനെന്ന് രാത്രി പറയുകയാണ്. നന്ദിയുടെ സ്തോത്രം. നമ്മുടെ ഭവനത്തിലേക്ക്, നിത്യഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കണ്ടിട്ട് പിന്നെ നിനക്ക് യേശുവിനെ കണ്ടിട്ട് അവനെ നമസ്കരിച്ചിട്ട് പിന്നെ നിനക്ക് ബോധിച്ച വഴി പോകാൻ സ്വത്രം. അങ്ങനെയുള്ളവരെ ദൈവം വെറുക്കും. സ്വത്രം. അനേകർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശക്തിയോടെ, പ്രത്യാശയോടെ വർഷങ്ങൾ കഴിയുന്നതോറും ജീവിതത്തെ പുതുക്കി സ്തോത്രം. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന അത്യന്താപേക്ഷിതമാണ്. മുന്നോട്ട് നമ്മളെങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ കഴിയത്തില്ല. പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്. എങ്കിലും പ്രശ്നങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് നോക്കുവാൻ ഒരുവരെയുള്ള കാൽവരിയിലേക്ക് നോക്കുക എന്നുള്ളതാണ്. കാൽവരിയിലേക്ക് നോക്കുക, അവന്റെ മാർഗത്തിലേക്ക് നോക്കുക, അവന്റെ ക്രൂശിലേക്ക് നോക്കുക, അവന്റെ മുഖത്തേക്ക് നോക്കുവാനല്ലാതെ ഭൂമി നമുക്ക് ആശ്വസിപ്പിക്കാൻ ശക്തിക്ക് കഴിയുകയില്ല. ഉറ്റവരോടെവരെല്ലാവരും തള്ളി പറയും. വിളിച്ചവനോ അവനെ സ്വീകരിക്കുവാൻ ശക്തനായി അവൻ കാത്തു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ എന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ പ്രാർത്ഥനാ സ്ഥലത്ത് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥന മുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ കുടിലുണ്ടാക്കട്ടെ. ഇന്ന് രാത്രി സ്തോത്രം. ദൈവത്തിന് വേണ്ടി കുടിലുണ്ടാക്കുക, ദൈവത്തിന് വേണ്ടി ഒരു ഹൃദയം ഒരുക്കുവാൻ, ദൈവത്തിന് വേണ്ടി ആത്മജീവിതം നടത്തുവാൻ, ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷി നൽകുവാൻ, അവന്റെ ഉപകാരങ്ങൾ നമ്മൾ എന്ത് പകരം കൊടുക്കും? ലക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയെ വിളിച്ചപേക്ഷിപ്പാൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന സമയം മുഴുവനും യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ, അവന്റെ സുവിശേഷം അറിയിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുങ്ങാം. അതിനായി നമുക്ക് ആശയോട് നാളുകൾ തീരുമാനത്തോട് ഇടയന്മാരോട് പറയുകയാണ്, യേശുവിനെ കണ്ടു കഴിയുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വേറെ വഴി പോയി. പ്രിയപ്പെട്ട ദൈവജനമേ, വഴി മാറിക്കോണം. പ്രതികൂലം നിനക്ക് നേരെ വരും. അതുകൊണ്ട് പുതിയ വഴി തിരഞ്ഞെടുത്ത് സ്വന്തദേശത്തേക്ക് പോകുവാൻ സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരെ കൂടെ ആ വഴിയിലൂടെ നടത്തി ഭവനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നാളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയെ, ഈ കൂട്ടായ്മയായി സഹായിക്കട്ടെ. അതുപോലെ ശുശ്രൂഷകരെല്ലാം ദൈവദാസന്മാരായി ഒരുക്കട്ടെ എന്ന് മാത്രം ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരത്തിൽ നിന്ന് ഇരിക്കുകയാണ്. എനിക്ക് സമയം അനുവദിച്ചെന്നവരെ കർത്താവദാസന് ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേക വിവരം പറയട്ടെ, ഞാൻ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന പൊൻകുന്നം മണിമല എൻ്റെ സഭയിലെ ഒരു 78 വയസ്സുള്ള ഒരു അപ്പച്ചൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം സുഖമില്ല. അദ്ദേഹം സംസാരിക്കില്ല. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി കാണുവാനിടയായി. ഞാനവിടെ കടന്നിരുന്ന പല ആലോചനകളൊക്കെ പുള്ളിക്കുറ്റത്തോട് പറയുവാനിടയായി തീർന്നെങ്കിലും അദ്ദേഹം അങ്ങനെ ചർച്ചയിൽ വരാറില്ല. അദ്ദേഹത്തിന് കള്ളിച്ചത്താണ്. ഞാൻ പറഞ്ഞ ഞായറാഴ്ച എത്തണം. ഞാൻ പറഞ്ഞ ഞായറാഴ്ച പോകരുത്. അങ്ങനെ പുള്ളിക്ക് ഒരു ചെറിയ അസ്വസ്ഥത കൊണ്ടായി പ്രാർത്ഥിച്ച് പോകരുത്. പുള്ളി ഞായറാഴ്ച പിന്നെ ആ പണി നിർത്തി, ആ പണി മൊത്തത്തിൽ കളഞ്ഞു. പിന്നെ പുള്ളി ബാക്കി വിളിക്കത്തോടത്തിന് പോയി.
അപ്പോഴും ചിലപ്പോഴൊക്കെ ഞായറാഴ്ച പോകും. അപ്പോൾ പറയും പാഷ മാസത്തിൽ ഒരാഴ്ചയിൽ ഞാൻ നിർത്താം എന്ന് പറയാൻ ഞാൻ പറയും ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞ് പലപ്പോഴും പല ആലോചനകളും പറയുവാനിടയായി. പുള്ളിക്ക് അദ്ദേഹത്തിന് തൊണ്ടവേദന ഉണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് പരിശോധിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറാണ്. സംസാരിക്കുമ്പോൾ ഒരു 2 മാസം കൊണ്ട് ആക്റ്റീവായിട്ട് പ്രാർത്ഥനയ്ക്ക് വരികയാണ്, ആരാധനയ്ക്ക് വന്നിരിക്കുകയാണ്. എന്നെ സഹായിക്കുന്ന ഭവനമാണ്. ക്യാൻസറാണ്. സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ സംസാരം നിൽക്കും. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, പാനീയ ആഹാരമാണ് കഴിക്കുന്നത്. വളരെ ഒരു അവസ്ഥ നിലയിലാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായി എൻ്റെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് പരിചയപ്പെടുന്ന സ്ഥലമാണ്. 2 വർഷത്തെ മേലായി ഞാൻ ആ സ്ഥലത്ത് എന്നിട്ട് എന്നാൽ ശുശ്രൂഷ ആരാധനയെല്ലാം വളരെ അനുഗ്രഹമായി നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ അദ്ദേഹത്തെ പരിശോധന കഴിഞ്ഞ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ പക്ഷേ എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്യുവാനായി ഡോക്ടറെ കണ്ട ഡോക്ടർ പറഞ്ഞു തൊണ്ടയ്ക്കകത്തായതുകൊണ്ട് താടിയെല്ലാം എടുത്ത് മാറ്റണം എന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ താടി കാണത്തില്ല, താടിയില്ലാത്ത അവസ്ഥയിലായിരിക്കും പിന്നെ ജീവിതം. ഇതെല്ലാം കേട്ടപ്പോൾ പുള്ളി ആകെ ഭയപ്പെട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്യേണ്ട, എനിക്ക് മരിച്ചാൽ. അതുകൊണ്ട് ഓരോ ദിവസവും പുള്ളിക്കാരൻ പറഞ്ഞാൽ എൻ്റെ സമയം അടുത്ത് പോയി ഞാൻ എപ്പോഴെങ്കിലും മരിക്കാം. ഇപ്പം ആക്റ്റീവായിട്ട് മരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ചെന്ന് കഴിഞ്ഞ് അദ്ദേഹത്തെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേക ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ പറയുവാനിടയായി. പക്ഷേ അതൊന്നും അവർ ഗൗരവത്തിലെടുത്തില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. ദൈവം നമ്മെ പിടിക്കും. വഴി മാറിപ്പോയാൽ ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് വഴി മാറിപ്പോയാൽ ദൈവം നമ്മെ പിടിക്കും. അദ്ദേഹം വളരെ ദുഃഖത്തിലായിരിക്കും. അതാണ് ദൈവം സന്നിധിയിൽ നമ്മൾ വഴി മാറാൻ ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് നമ്മൾ പിന്നെ പഴയ വഴിയിലേക്ക് പോകും. ഭയാനകമായ അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് യേശുവിനെ കണ്ടവർ, യേശു സ്വീകരിച്ചവർ, ധാനപ്പെട്ടവർ, പക്ഷെ പ്രാപിച്ചവർ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് പുതുവഴികളായി പോകുകയാണ്. പഴയ വഴിയിലേക്ക് പോകുവാൻ ഒരിക്കലും ഒരുങ്ങരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് സമയാനുവദിച്ച ദേവദാസിനെ നന്ദി അറിയിക്കുന്നു. ഇത് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ദേവദാസിനെ കുറിച്ചും ചില ആലോചനകൾ കർത്താവിൻ്റെ വെളിപ്പാട് വളരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. കുട്ടികളുള്ള ഒരു വണ്ടിക്ക് വണ്ടിയില്ല എന്നുകൊണ്ട് വരാൻ പറ്റത്തില്ല, വന്നില്ല. അന്ന് വളരെ പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായി. പറഞ്ഞു നമുക്കൊരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ എൻ്റെ സ്വന്തം പിറ്റേ ആഴ്ച ഇവിടെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു വണ്ടി ഒരു അടുത്ത ദിവസം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലയിലെ ഒരു സീക്കോ വണ്ടി വന്ന് കയറുന്നു. അല്ലെങ്കിൽ സ്വന്തം ഞാൻ അന്നേരം തന്നെ പറഞ്ഞു സീക്കോ സീക്കോ വണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചു. സ്വന്തം ആലയിൽ ദൈവം വല്ലതും പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം കാണുന്നു ഒരു സീക്കോ വണ്ടി നമ്മൾ ആരാനായിട്ട് കയറുന്ന ആൾക്കാരുമായിട്ട് വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ, പ്രവർത്തനം ദൈവം മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാടുന്നിട്ട് ദൈവം സഹായിക്കും. സന്തോഷമുള്ളവര് അതിരങ്ങളെ തുറന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അനുഗ്രഹമായിരിക്കുന്ന ആലോചന നമുക്ക് കർത്താവ് തന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രികാലം ദൈവദാസം പറഞ്ഞ പിതാവിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്ന ആമീൻ ഹല്ലേലൂയ പിതാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു മഹത്വം വെളിപ്പെടേണ്ടതിന് ആമീൻ ഒരു ആശ്വാസത്തിന്റെ കരം കർത്താവ് അയക്കേണ്ടതിന് നമുക്ക് ആമീൻ ഹല്ലേലൂയ ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിലും അത് ആമീൻ ഹല്ലേലൂയ വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ ആമീൻ ഹല്ലേലൂയ ദൈവദാസന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ ആമീൻ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ആ പിതാവിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ദൂതാണല്ലോ നമുക്ക് കർത്താവ് കൈമാറിയത്. ആമീൻ. കൂടെ നടന്ന സഹോദരന്മാരും ആമീൻ ഹല്ലേലൂയ സൗഖ്യം കിട്ടിയവരും ആമീൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ആമീൻ അനേക ജനങ്ങൾ ആമീൻ യേശുവിനെ
ആമീൻ ഹല്ലേലൂയ. യഥാർത്ഥമായി ആഴമായി വിശ്വസിക്കാൻ കഴിയാതെ ആമീൻ എല്ലാവരുടെയും ഹൃദയത്തിനകത്തളങ്ങളിൽ സംശയമാണ്. ഹല്ലേലൂയ. ഇവൻ ആരാണ്, ഇവൻ ആരാണ്, ഇവൻ ആരാണ്, ആമീൻ ഇവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ആരാണ്, ഇവൻ കടലിനോട് ആമീൻ അവൻ ഹല്ലേലൂയ ശാന്തമാകാൻ പറയുന്നത് ഇവൻ ആരാണ്, ആമീൻ അവൻ തിരമാലയെ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ അടക്കുന്നവനാണ്, ഇവൻ ആരാണ്, ഇവൻ കാറ്റിനോട് നിൽക്കാൻ പറയുന്നു, അവൻ ഹല്ലേലൂയ കാറ്റ് അങ്ങനെ നിൽക്കുന്നു, ഇവൻ ആരാണ്, ഇങ്ങനെ എല്ലാവരും സംശയം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ തമ്പുരാൻ പറയുകയാണ് ആമീൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ജനിച്ച ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ജീവിതത്തിലെ ആമീൻ ദൈവത്വത്തെ നിങ്ങൾക്കൊന്ന് ആമീൻ വെളിപ്പെടുത്തേണ്ടതിന്, നിങ്ങൾക്കൊന്ന് ആമീൻ ഹല്ലേലൂയ നിങ്ങളുടെ കണ്ണാൽ നിങ്ങളൊന്ന് കാണേണ്ടതിന്, നിങ്ങൾ പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കേണ്ടതിന് നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നോട് കൂടെ ഒന്ന് വാ. ആമീൻ ഹല്ലേലൂയ. യേശു ആമീൻ ഹല്ലേലൂയ യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂടെ ചേർത്ത് വിളിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയി താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ആമീൻ. പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ അവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആമീൻ ഇവൻ യഥാർത്ഥമായ ആരാണെന്ന് ആമീൻ ഹല്ലേലൂയ അവരുടെ അകക്കണ്ണുകളെ തുറന്നു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാ. ഹല്ലേലൂയ അവർ നോക്കുമ്പോൾ ഹല്ലേലൂയ തേജോമയനായവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂമിയിൽ ഒരു അലക്കുകാരന് പോലും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം ആമീൻ ഹല്ലേലൂയ അത്ര മാത്രം വെണ്മയേറിയ ആമീൻ ശോഭയേറിയ വസ്ത്രമണിഞ്ഞുകൊണ്ട് ആമീൻ ഹല്ലേലൂയ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ ആമീൻ ഹല്ലേലൂയ അവർ കാണുകയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി ഇവൻ ആരാണെന്ന്, അവർക്ക് മനസ്സിലായി ആമേൻ ഹല്ലേലൂയ അവൻ ആരാണെന്ന്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവർ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്റെ യേശു ആരാണെന്ന്. ഇന്ന് രാത്രികാലം അതേ തമ്പുരാൻ പറയുകയാണ്. ആമേൻ എന്നോട് കൂടെ നിങ്ങളൊന്ന് വരുവീ, എന്നോട് കൂടെ അല്പസമയം ഒന്ന് ചിലവഴിപ്പീ, എന്നോട് കൂടെ അല്പസമയം ഒന്ന് മുട്ടുമടങ്ങി. ആമീൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. ആമീൻ ഹല്ലേലൂയ. ആമീൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, നിങ്ങളൊന്ന് ഉപവസിക്കാൻ തയ്യാറാകുക. ആമീൻ ഹല്ലേലൂയ. നിങ്ങളൊന്ന് വേറിട്ടിരിക്കാൻ തയ്യാറാകുക. ആമീൻ. നിങ്ങൾ വേറിട്ടിരിക്കാൻ തയ്യാറായ ആമീൻ നിങ്ങൾ ആരാധിക്കുന്ന ആരാധികനായിരിക്കുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് ആമീൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ഈ സ്നേഹത്തിൽ നിന്ന്, ഈ യേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർതിരിക്കും? ആമേൻ. എന്നെ ആരതിൽ നിന്നൊന്ന് പിൻപോട്ട് കൊണ്ടുപോകുവാൻ ആർക്ക് കഴിയും? ഒരു മനുഷ്യനും ഭൂമിയിൽ കഴിയത്തില്ല. കാരണം ആമേൻ ഞാൻ അവനെ വ്യക്തമായി കണ്ടതാണ്, ഞാൻ അവന്റെ തേജസ്സിനെ കണ്ടതാണ്, ആമേൻ ഞാൻ അവന്റെ പ്രവൃത്തിയെ കണ്ടതാണ്. ആമേൻ. ഇന്ന് രാത്രികാലം അതേ ആമേൻ ഇതിനകത്തറകൾ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവര് ഇന്ന് രാത്രികാലം ആത്മാവിനെ ഒന്ന് കാണേണ്ടതിന്, അവന്റെ തേജസ്സിനെ കാണേണ്ടതിന്, ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കേണ്ടതിന്, ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് കയറേണ്ടതിന്, ഹല്ലേലൂയ നമ്മുടെ അകക്കണ്ണുകൾ ആമേൻ ഒന്ന് തുറന്നു വരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് രാത്രികാലം പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ടൈറ്റസ് ഭാഷ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ആമീൻ. അപ്പച്ചൻ ആശീർവാദം പറഞ്ഞ അവസാനം